ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കമ്പോട്ടമ്മച്ചയുടെ അടിപൊളി അവല് വിളയിച്ചതായിട്ടാണ് വന്നിരിക്കുന്നത്. അവല് വേണം, പിന്നെ ഒരു തേങ്ങ തിരികെയും വേണം. തേങ്ങ വെള്ളം വറ്റിച്ചെടുക്കണം, പക്ഷെ അധികം മൂക്കണ്ട. ഒരു കിലോ അവല് നമ്മൾ 1.5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കരിപ്പോട്ടി ഒന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ കരിപ്പോട്ടി എന്നാലും നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുത്താലോ. ഇനി വേണ്ടത് കുറച്ച് കടലപ്പരിപ്പാണ്. ഇത് നന്നായി നെയ്യിൽ മൂപ്പിച്ചാണ് നമ്മളിടുന്നത്. ഒരു വലിയ ഇളക്കാൻ പാകത്തിന് വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കടലപ്പരിപ്പിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. കടലപ്പരിപ്പിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പൊട്ടി ഇതുപോലെ അരിച്ച് ഒഴിക്കാം. ചെറിയ ചൂടോടെ വേണം നമുക്ക് അവലിളക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു നൂൽ പരുവമാവുന്നത് വരെ നമ്മുടെ അരിച്ച കരിപ്പൊട്ടി ഇളക്കാം. അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു പാനിയുടെ നനവിൽ വേണം അവല് നനഞ്ഞ് കിട്ടാൻ. ഇനി നമ്മൾ ഇത് തീയിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അവല് കുറേശ്ശെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എടുത്ത പാനിയുടെ പരുവം കറക്റ്റ് അല്ലെങ്കിൽ അവൽ ഭയങ്കര ഹാർഡായി പോകാനിടയുണ്ട്. ഇച്ചിരി അവലിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ കുഴയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. രണ്ടുപേരും വെച്ച് കളിക്കണം. അമ്മച്ചിയും എൻ്റെ അമ്മയും കൂടെ ഒരുമിച്ച് നന്നായി ഇളക്കുകയാണ്. രണ്ടുപേരും കൂടെ ഗുസ്തി പിടിക്കുകയാണ്. കുറച്ച് ഏലക്കയും പഞ്ചസാരയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്കപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേ നേരം ഇളക്കിയെങ്കിൽ അതിൻ്റെ കറക്റ്റ് പരുവം കിട്ടത്തുള്ളൂ. നമ്മൾ അവലിൽ ഇളക്കി കഴിഞ്ഞതിന് ശേഷം പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു ടിന്നിലിട്ട് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.